ഈ ഒരു കോഴ്സിൻ്റെ മോഡ്യൂൾ 2-ൽ ഇപ്പോൾ നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത് മെഡിക്കലി ആയിട്ടുള്ള റിസ്ക്കുകൾ നമ്മൾ അസസ് ചെയ്യേണ്ടതുണ്ട്. റമദാനിൽ നോമ്പ് എടുക്കണോ എടുക്കണ്ടേ എന്നുള്ള ഡിസിഷൻ മേക്ക് ചെയ്യേണ്ടത് ഈ ഒരു റിസ്ക് അസസ്മെൻറ്റിലൂടെ ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു മോഡ്യൂൾ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ എന്തൊക്കെ പഠിക്കും? എന്തുകൊണ്ടാണ് ഈ റിസ്ക് അസസ്മെൻറ്റ് ഇത്ര ഇമ്പോർട്ടൻ്റ് ആവുന്നത്? ട്രാഫിക് ലൈറ്റ് റൂൾ മോഡൽ നമുക്ക് പഠിക്കാം. പിന്നെ എങ്ങനെയാണ് ഷെയർഡ് ഡിസിഷൻ മേക്കിംഗ് പ്രവർത്തിക്കുന്നത്? ഒരു നോമ്പെടുക്കുന്നത് ബ്രേക്ക് ചെയ്യുന്നതിനുള്ളാകുന്ന ഡേഞ്ചർ സൈൻസ് എന്തൊക്കെയാണ്? നോമ്പ് ബ്രേക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ശരീരം കാണിക്കുന്ന അപകടാവസ്ഥകൾ എന്തൊക്കെയാണ്? പിന്നെ ഒരുപാട് പേർക്കുണ്ടാകുന്ന പേടിയും കുറ്റബോധവും കൺഫ്യൂഷനും എങ്ങനെ മാറ്റാം എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു മോഡ്യൂൾ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫോർ, ഒരു നോമ്പെടുക്കുന്നതിന് മുമ്പ് പ്രത്യേകിച്ച് അസുഖങ്ങളുള്ളവരാണെങ്കിൽ അവർക്ക് ഇതെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ചുള്ള ഇത് എടുക്കാൻ പറ്റാത്തതാണോ എന്നൊക്കെ എന്ന് മനസ്സിലാക്കിയെടുക്കേണ്ട റിസ്ക് അസസ്മെൻറ്റ് ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് ചില അസുഖങ്ങളെക്കുറിച്ച് നമ്മൾ പറയുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ കുറച്ച് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓരോ വ്യക്തിക്കും നോമ്പെടുക്കുക എന്ന് പറയുന്നത് ഒരുപോലെയല്ല. രണ്ട് വ്യക്തികൾ ചിലപ്പം ഒരേ സമയദൈർഘ്യത്തിലായിരിക്കും നോമ്പെടുത്തത്, പക്ഷെ അവരുടെ രണ്ട് പേരുടെ ബോഡിയിലുണ്ടാവുന്ന ഇതിൻ്റെ ഇമ്പാക്റ്റ്, ഇതിൻ്റെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ തികച്ചും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ റിസ്ക് അസസ്മെൻറ്റ് ഓരോ ആൾക്കും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യണം. കാരണം ഓരോരുത്തരുടെയും ബോഡി വ്യത്യസ്തമാണ്. ഓരോ വ്യക്തിക്കും ഒരേ അസുഖം തന്നെ വ്യത്യസ്ത രീതിയിലായിരിക്കും അവർ പ്രതികരിക്കുന്നത്. മെഡിസിൻ തന്നെ ഓരോ വ്യക്തികളിലും വ്യത്യസ്ത രീതിയിലായിരിക്കും പ്രതികരിക്കുന്നത്. അതുകൊണ്ട് റിസ്ക് കണക്കാക്കാതെ എങ്ങനെ നോമ്പെടുക്കുന്നത് നമ്മുടെ ഈമാൻ അല്ലെങ്കിൽ വിശ്വാസം വർദ്ധിപ്പിക്കില്ല, പക്ഷേ അപകടങ്ങൾ വർദ്ധിപ്പിക്കുന്നുള്ളതാണ്. മെഡിസിനിൽ നമ്മൾ ചോദിക്കുന്നത് ഇന്ന് നോമ്പ് പിടിക്കാമോ എന്നല്ല, 30 ദിവസം ഇത് നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യും എന്നതാണ്. വൈദ്യശാസ്ത്രവും ഇസ്ലാമും പറയുന്ന ഒരേ ഒരു കാര്യം നമ്മുടെ ശരീരത്തിൽ ഇതുകൊണ്ട് നാശം ഒഴിവാക്കണം എന്നുള്ളതാണ്.